അഞ്ജലിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ശ്രുതിയായിരിക്കും. ശ്രുതി അഞ്ജലിക്കുള്ള ജ്യൂസുമായിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് എടുത്ത് ശ്യാമും മുത്തശ്ശിയൊക്കെ കാണും. ചേച്ചി, ഈ ജ്യൂസ് കുടിക്ക്. ചേച്ചി ഇപ്പൊ ആരോഗ്യകാര്യം ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഇത് കുടിക്കെന്നും പറഞ്ഞ് ശ്രുതി ജ്യൂസ് കൊടുക്കാണ്. അങ്ങനെ വേണ്ട മോളെ, എനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അഞ്ജലി. എന്നാലും നിർബന്ധിപ്പിച്ച് ജ്യൂസ് കുടിപ്പിക്കുകയാണ്. അങ്ങനെ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ശ്യാമേട്ടന് ജ്യൂസ് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് വേണ്ട, നീ കുടിച്ചോ എന്നും പറഞ്ഞ് അഞ്ജലിയെ കൊണ്ട് ജ്യൂസ് കുടിപ്പിക്കുകയാണ്. അതിനുശേഷം ശ്രുതി മരുന്നുമായിട്ട് വരുന്നുണ്ട്. ചേച്ചി, ഈ ഗുളിക കുടിക്കുക. ചേച്ചിക്ക് കൃത്യമായിട്ട് ഇനി മരുന്നൊക്കെ എടുത്തു തരുന്നത് ഞാനായിരിക്കും. നല്ല ശ്രദ്ധ വേണം. കുഞ്ഞു അവൻ നല്ല പോലെ പുറത്തോട്ട് വരണ്ടേ. അതിനായിട്ട് നമുക്ക് ഈ മരുന്നൊക്കെ കുടിക്കണം. ഇതേ വൈറ്റമിൻ ടാബ്ലറ്റാ, അതുകൊണ്ട് ഇത് മുടക്കാതെ എല്ലാ ദിവസവും കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഗുളിക കൊടുക്കാണ്. കൈ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വന്ന് അശ്വിൻ ആ ഗുളിക അങ്ങ് തട്ടിത്തെറിപ്പിക്കാണ്. എന്താ കുഞ്ഞ നീ കാണിക്കുന്നേ? ചേച്ചിക്ക് ഈ മരുന്ന് കൊടുക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? നീ എന്തിനാ ഈ മരുന്നെടുത്ത് കൊടുത്തേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയോട് ദേഷ്യപ്പെടുകയാണ്. കുഞ്ഞ, നീ എന്തിനാ ഇപ്പൊ ശ്രുതിയോട് ദേഷ്യപ്പെടുന്നേ? അവൾ എനിക്ക് മരുന്ന് തന്നതല്ലേ. ഇതുപോലെ നിന്റെ ദേഷ്യം കാരണാ മുത്തശ്ശിക്കന്ന് വയ്യാതായത്. നീ ഇങ്ങനെയൊന്നും ചെയ്യില്ല കുഞ്ഞാ. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ദേഷ്യപ്പെടല്ലേ എന്ന്. അത് പിന്നെ ചേച്ചിക്ക് പെട്ടെന്ന് ഗുളിക തരുന്ന കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി. അതുകൊണ്ടാ. നീ എന്തിനാ പേടിക്കുന്നേ? ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഗുളിക. അതല്ല, ഇന്നലെ ചേച്ചി ഒരു വൈറ്റ് കളർ ഗുളികയല്ലേ കഴിച്ചത്? ഇത് ആ ഗുളികയല്ലല്ലോ. അതുകൊണ്ടാ ചേച്ചി. ഇത് കേൾക്കുന്ന ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. എന്തേ, എനിക്കൊരു ഗുളിക എടുത്തു കൊടുക്കാനും കൂടെ അറിയില്ലേ മുത്തശ്ശി? അല്ലെങ്കിലും ഈ അശ്വിൻ എങ്ങനെ തന്നെയാ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട്. ഒരു കുട്ടിയെ പോലെയാ എന്നെ കാണുന്നേ. ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവാണ്. ഈ സമയത്ത് മുത്തശ്ശിയും അഞ്ജലിയും പറയുന്നുണ്ട്. കുഞ്ഞ, കണ്ടോ, ശ്രുതി സങ്കടപ്പെട്ടാ പോയത്. നീ എന്തിനാ എങ്ങനെയൊക്കെ ചെയ്യുന്നേ? ആ കുട്ടിക്ക് എത്രമാത്രം സങ്കടമായി കാണും. അവൾ എന്നെ നല്ല പോലെ കെയർ ചെയ്യുന്നുണ്ട്. അതിന് നിനക്കെന്താ പ്രശ്നം? ചേച്ചി, പെട്ടെന്ന് ഞാനങ്ങ് ദേഷ്യപ്പെട്ടു പോയതാ. ഇനി ഞാനത് ആവർത്തിക്കില്ല. ഞാൻ സോറി പറഞ്ഞോളാം. നീ ഇതുപോലെ പലവട്ടം സോറി പറഞ്ഞിട്ടുണ്ട്. വീണ്ടും നീ അത് ആവർത്തിക്കുന്നില്ലേ? നീ സോറി പറഞ്ഞെന്ന് കരുതിയിട്ട് ആ കുട്ടിക്ക് സങ്കടമില്ലാതിരിക്കോ? എന്താ നീ കാണിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും അശ്വിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. കുഞ്ഞ, നീ പോയിട്ട് അവളോട് സംസാരിക്ക്. അവളെ പറഞ്ഞ് മനസ്സിലാക്ക് എന്നൊക്കെ പറഞ്ഞ് അശ്വിനെ പറഞ്ഞു വിടാണ്. എന്നാ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് ശ്യാം ഇതൊക്കെ കണ്ടിട്ട്. ഇതുവരെ ഞാനെന്തെങ്കിലും ചെയ്യുമെന്നായിരുന്നു അവന് പേടി. ഇപ്പോ ശ്രുതി എന്ത് ചെയ്താലും അവന് പേടിയാ എന്നൊക്കെ ശ്യാം പറയുന്നു. അത് മാത്രല്ല, ഞാൻ ഇല്ലാതാക്കാൻ പോകുന്ന കുഞ്ഞാ. അതിനിങ്ങനെ പ്രോട്ടീനൊക്കെ കൊടുത്ത് എന്തിനാ ഇവരെ വളർത്തുന്നേ? അത് ഞാൻ ഏതായാലും കളയും. കോഴിയെ പോലെയാ ആ കുഞ്ഞിന്റെ ജീവൻ. ഏത് നിമിഷവും അറക്കാനായിട്ട് കോഴിയെ എടുക്കുന്ന പോലെ കുഞ്ഞിന്റെ ജീവനും ഞാൻ എടുക്കും എന്നൊക്കെ ശ്യാം മനസ്സിൽ പറയാണ്. അശ്വിൻ ശ്രുതിയുടെ അടുത്തോട്ടൊന്നും ആയിരിക്കില്ലേ പോയിരിക്കുക. എന്നാ അശ്വിനോട് സംസാരിക്കാനായിട്ട് പ്രീതി നിൽക്കുന്നുണ്ടായിരിക്കും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്നും പറഞ്ഞ് അശ്വിനെ വിളിക്കുന്നുണ്ട്. ആ, പറഞ്ഞോളൂ, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. ഞാൻ പറയുന്നോണ്ട് ഒന്നും വിചാരിക്കരുത്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇഷ്ടമില്ലാതെയാ കല്യാണം കഴിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം നിങ്ങൾ തന്നെ തീർക്കട്ടെ എന്ന് കരുതിയിട്ടാ ഞാനൊന്നും ചോദിക്കാത്തത്. എന്നാ ഇപ്പോ എൻ്റെ അനിയത്തിയുടെ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട്. അവള് നല്ല ബുദ്ധിമതിയാ. അതുപോലെ തന്നെ പെട്ടെന്ന് സങ്കടമൊക്കെ വരും. അവൾക്ക് ഭർത്താവിന്റെ കാര്യത്തില് വലിയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിരുന്നു. ഇന്ന പോലെ നോക്കണം, ഇന്ന രീതിക്ക് കൊണ്ടു നടക്കണം എന്നൊക്കെ അവളുടെ മനസ്സിലുണ്ട്. ആ രീതിക്കൊന്നും അല്ല അവളെ ജീവിതം പോകുന്നേ. അത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടാവുന്നുണ്ട്. എന്നാ ഇത് കേൾക്കുന്ന അശ്വൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഒരു ചേച്ചി എന്ന നിലയ്ക്ക് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തായാലും എനിക്ക് മനസ്സിലാവും. എന്നാ നിങ്ങളെപ്പോലെയല്ല നിങ്ങളുടെ അനിയത്തി എന്നൊക്കെ മനസ്സിൽ അശ്വിൻ ചിന്തിക്കുകയാണ്. അശ്വിൻ ചിന്തിക്കുന്നത് ഇതൊക്കെ പറയാൻ ഞാൻ ആരാണെന്നാണോ? ഇത് കേട്ട് മുത്തശ്ശി വരുന്നുണ്ട്. ചേച്ചിക്ക് അനിയത്തിയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടല്ലേ ചോദിക്കുന്നത്. അതവന് മനസ്സിലാവും. അവനൊരു രീതിക്കും ചിന്തിച്ചു കാണില്ല, അല്ലേ കുഞ്ഞാ? എന്തായാലും മോള് പറയുന്നത് പോലെ നീ അവളെ സ്നേഹിക്കണം. ഭാര്യ ഭർത്താക്കന്മാരിടയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വഴക്കുണ്ടാക്കരുതെന്നല്ല ഞാൻ പറയുന്നേ. അതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകരുത്. എപ്പോഴും മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. ശ്രുതി ഒരു പാവാ. അതുകൊണ്ട് നീ അവളെ സ്നേഹിക്കണം എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അശ്വിന്റെ അടുത്ത്. നീ ഒരു കാര്യം ചെയ്യ്, അവള് പുറത്ത് നിൽക്കുക. സങ്കടത്തോടു കൂടിയാ നിൽക്കുന്നേ. നീ അവളെ ഒന്ന് പുറത്തോട്ടൊക്കെ കൊണ്ടുപോ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ പറഞ്ഞു വിടാണ്. മോളെ പ്രീതി, നീ സങ്കടപ്പെടണ്ട. അനിയത്തിക്ക് നല്ലൊരു ജീവിതം തന്നെയാ കിട്ടിയിരിക്കുന്നേ. രണ്ടുപേർക്കും ഇവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കാം. ആകാശിന്റെ കൂടെ ബൈക്കിൽ പോയപ്പോ നീ വീണില്ലേ? അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട. അപ്പൊ നീ പറഞ്ഞത് എനിക്ക് വല്ലാതെ സങ്കടമായി. ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാന്നൊന്നും ഇനി മേലാൽ പറയരുത്. അതൊന്നും ഒരു പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞ് പ്രീതിയെ സമാധാനിപ്പിക്കുകയാണ്.
പിന്നീട് കാണിക്കുന്നത് അശ്വിൻ ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. ശ്രുതി ആകെ ദേഷ്യത്തിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. അശ്വിനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? എന്നെ കൂട്ടിലിട്ട് അടച്ച പോലെയാ ഈ വീട്ടിൽ നിർത്തിയിരിക്കുന്നേ. ഇതിന് മാത്രം തെറ്റ് ഞാൻ എന്താ ചെയ്തേ? ഞാൻ എൻ്റെ വീട്ടിൽ എത്ര സന്തോഷത്തോടെ കഴിഞ്ഞാണെന്നറിയോ? ഇവിടെ വന്നപ്പോൾ ഞാൻ ആകെ മാറിപ്പോയി. എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നാ. ഞാൻ ആ മരുന്നെടുത്ത് കൊടുത്തത് ചേച്ചി കൃത്യമായിട്ട് മരുന്നൊന്നും കഴിക്കുന്നില്ല. അതുകൊണ്ട് ചേച്ചിയുടെ കാര്യങ്ങൾ ഞാൻ നോക്കാമെന്ന് കരുതിയിട്ടാ. അതിനും നിങ്ങൾ കുറ്റം കണ്ടുപിടിച്ചു. ഞാൻ ഇനി എന്താ വേണ്ടേ? എനിക്കിവിടെ നിൽക്കണ്ട. ഞാൻ എൻ്റെ വീട്ടിലോട്ട് പൊക്കോളാം. നമുക്കൊന്ന് പുറത്തോട്ട് പോയാലോ? ബജ്ജി കഴിച്ചിട്ട് വരാം. എന്ത്? എന്താ പറഞ്ഞേ? അല്ല, പുറത്തോട്ട് പോയാലോ? ബജ്ജി കഴിച്ചിട്ട് വരാ എന്ന്. ഞാനില്ല. നിങ്ങൾ വിളിക്കുമ്പോഴേ ഞാനിതിനെ നിങ്ങളുടെ കൂടെ വരുന്നേ. ഞാനൊന്നും പോരുന്നില്ല. മുത്തശ്ശി പറഞ്ഞിട്ടാ. മുത്തശ്ശിയുടെ മനസ്സേ വെറുതെ വേദനിപ്പിക്കണ്ട. നീ എൻ്റെ കൂടെ വാ, നമുക്ക് ബജ്ജി കഴിച്ചിട്ട് വരാം. മുത്തശ്ശിയുടെ മനസ്സ് വേദനിപ്പിക്കണ്ട, അതൊക്കെ പറയാൻ നല്ല ആളാ. എന്നാ മറ്റുള്ളവരെ മനസ്സ് വേദനിപ്പിക്കാനോ? മുന്നില്ല. നിങ്ങൾ എന്താ ഇങ്ങനെയായി പോയത്? മുത്തശ്ശിക്ക് വേണ്ടി മാത്രം ഞാൻ നിങ്ങളുടെ കൂടെ വരാം. നിങ്ങൾ പൊക്കോ, ഞാൻ വന്നോളാം എന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിൽക്കുകയാണ്. അങ്ങനെ അശ്വിൻ അവിടുന്ന് പോകുന്നു. ശ്രുതി പുറകെ പോകുന്നുണ്ട്. ശ്രുതിയായിട്ട് ചായ കുടിക്കാൻ ഒരു കടയിൽ നിർത്തുവാണ്. ചേട്ടാ, 2 പ്ലേറ്റ് മുളക് ബജ്ജി. അങ്ങനെ ബജ്ജി വാങ്ങി ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഈ സമയത്ത് കരയുന്നുണ്ട് ശ്രുതി. നീ എന്തിനാ കരയുന്നേ? എനിക്ക് സങ്കടം വന്നിട്ടാ. എനിക്കെന്റെ വീട്ടിലോട്ട് പോകാനൊക്കെ തോന്നുന്നുണ്ട്. നിങ്ങൾ വെറും ക്രൂരനാ. അതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തുന്നേ. ഞാൻ ആ വീട്ടിൽ കിടന്ന് എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? എത്ര തവണ പറഞ്ഞാലും നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തെ? നിങ്ങൾ എന്തിനാ എന്നെ കല്യാണം കഴിച്ച്? എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അത് നിങ്ങൾ എനിക്ക് നിഷേധിക്കുന്ന കാര്യം എന്താ? ഞാൻ ഇന്നേ വരെ ആരോടൊരു തെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയാ നിങ്ങൾ എന്നെ ഇങ്ങനെ ഇട്ട് ഉപദ്രവിക്കുന്നേ. ഈ സമയത്ത് അശ്വിൻ അതൊക്കെ കേട്ട് നിൽക്കുകയാണ്. അശ്വിൻ തിരിഞ്ഞു നിന്ന് പറയുന്നുണ്ട്, ഇവളിതൊക്കെ പറയുമ്പോൾ ഞാനെന്തിനാ ഇത് കേട്ട് നിൽക്കുന്നേ? എനിക്ക് വല്ലാണ്ട് സങ്കടമാവുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തിനാ എൻ്റെ ജീവിതം വെറുതെ നശിപ്പിക്കുന്നേ? ഞാൻ എൻ്റെ വീട്ടിലോട്ട് പൊക്കോളാം. ഇത്രയൊക്കെ സത്യസന്ധതയോടു കൂടി സംസാരിച്ചിട്ടും ശ്യാമിനെ അറിയാന്നുള്ള കാര്യം ഇവൾ എൻ്റെ അടുത്ത് പറയുന്നില്ലല്ലോ. ഇനി എല്ലാം തുറന്ന് ചോദിച്ചാലോ എന്ന് അശ്വിൻ തീരുമാനിക്കുകയാണ്. അപ്പോഴായിരിക്കും ശ്രുതി പറയുന്നുണ്ടായിരിക്കുക, നിങ്ങളെ ഒരു കാര്യം ചെയ്യേ, എന്നെ വീട്ടിലോട്ട് പറഞ്ഞു വിട്. നിങ്ങൾ കാരണം എപ്പോഴും മുത്തശ്ശിക്ക് സങ്കടാ. ഞാൻ പറഞ്ഞോളാം. എനിക്കെൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോയി നിന്നാ മതി. ഇവിടെ നിൽക്കാൻ വയ്യ എന്ന്. നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ഞാൻ പൊക്കോളാം. അപ്പോൾ അശ്വിൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇപ്പം പറഞ്ഞാലേ ഇവളെല്ലാം ഇട്ടെറിഞ്ഞ് പോവും. എന്തായാലും ചേച്ചിയുടെ പ്രസവം കഴിയട്ടെ, അതിനുശേഷം ഇവളെ പറഞ്ഞു വിടാം. അതിനു മുന്നേ ഇവൾ ഈ വീട് വിട്ടു പോയാലേ ശരിയാവില്ല എന്ന് അശ്വിൻ തീരുമാനിക്കുകയാണ്. നിങ്ങളെന്താ ഞാൻ ഇത്രയൊക്കെ സംസാരിച്ച് ഒലക്കെ പോലെ നിൽക്കുന്നേ? നിങ്ങൾക്ക് എന്താ ഒന്നും പറയാനില്ലേ? നിങ്ങൾക്ക് സങ്കടം വരുന്നില്ല ഞാനിങ്ങനെ പറഞ്ഞിട്ട്? നിങ്ങളുടെ മനസ്സേ കരിങ്കല്ല. കുറെ ബിസിനസ്സിൽ വലിയ ആളായിട്ട് വലിയ കാര്യ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ നടക്കുന്നേ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്, എന്നെ വിട്ടു പോയിട്ട് നീ ഒരു ബിസിനസ്സുകാരിയാവ്. എന്നിട്ട് എനിക്ക് കാണിച്ചതാ. ആ, ഞാനാവും, നോക്കിക്കോ. എന്നിട്ട് നിങ്ങളുടെ കടങ്ങളെല്ലാം ഞാൻ വീട്ടും. എൻ്റെ അച്ഛന് വേണ്ടി 10 ലക്ഷം രൂപ ചെലവാക്കിയില്ലേ, അതെല്ലാം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും. നോക്കിക്കോ. ഇപ്പം നീ ബജ്ജി കഴിക്ക്, തിരിച്ച് വീട്ടിലോട്ട് പോവാം. ഇപ്പം നീ എങ്ങോട്ടും പോവണ്ട. ഒരു 6 മാസം കൂടെ ഇല്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് പതിയെ നിന്റെ വീട്ടിലോട്ട് പോയാൽ മതി. ചേട്ടാ, എനിക്ക് 2 ബജ്ജിയും കൂടി താ. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ വീണ്ടും ബജ്ജി വാങ്ങി കഴിക്കുകയാണ്. എന്നാ അശ്വിൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ ബജ്ജി കഴിച്ചിട്ടുണ്ടെങ്കിലേ വലിയ ബിസിനസ്സുകാരിയല്ല, വല്ല അസുഖക്കാരിയാവും. ചേട്ടാ, കുറച്ചുകൂടെ ചട്നി ഒഴിക്ക് എന്നും പറഞ്ഞ് ശ്രുതി വീണ്ടും ചട്നിയൊക്കെ വാങ്ങി കഴിക്കുകയാണ്.